ലേഡീസ് എൻ്റെ ഫാമിൻ്റെ പുതിയ വീഡിയോ കാണിക്കുവാണ്. മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിൽ ചിലതൊക്കെ പഴുത്തു പോയി. താഴോട്ട് പഴുത്തത് കാണുന്നുണ്ട്, പക്ഷേ ഈ വള്ളി കാരണം ഒന്നും കാണത്തില്ല. ഇതുണ്ട്, പഴുത്തു പോയി. 2-3 ദിവസമായിട്ട് നോക്കാത്തതുകൊണ്ട് ഇതൊന്നുകൂടെ മുളക് 2 പീസും കൂടെ ഉണ്ട്. പിന്നെ ഒരു സാധനം ഉണ്ടായി നിൽക്കുന്നുണ്ടോ, ഇതെന്താണെന്ന് വലിയ പിടിയില്ല. വള്ളി കണ്ടപ്പോൾ ഞങ്ങൾ കുമ്പളങ്ങയാണെന്ന് വിചാരിച്ചു. ചൊരക്ക പോലത്തെ എന്തോ ഐറ്റം ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ 2 പീസ് ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു വാഴ, അത് വലിയ ആരോഗ്യമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇതുവരെ. ഇനി അടുത്ത ചൂടിന് എന്താവുന്നറിയണ്ട. ചീനി വെച്ചിട്ടുണ്ടോ, പക്ഷേ ചീനിക്കും വലിയ ആരോഗ്യം പോരാ, അതിങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം പുതിയതുണ്ടായിട്ടുണ്ട്. ഇവിടെ ക്യാപ്സിക്കം, പിന്നെ വേറെ മുളക്, പല ടൈപ്പ് മുളകുണ്ട്. ഇത് ഈ മുരിങ്ങ അങ്ങ് കുത്തനെ പോയിട്ടോ മേലെ എത്തി. കണ്ട, ആ മതിലിൻ്റെ താഴെയായിരുന്നു അത് കിടന്നിരുന്നത്. ഇപ്പം നോക്കിയാൽ മതിലിൻ്റെ ഡബിളായത്. പിന്നെ തക്കാളികൾ ഏകദേശം ഉണങ്ങി തുടങ്ങി, എന്നാലും ഇപ്പോഴും കുറച്ചൊക്കെ ബേബി ടൊമാറ്റോസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. പിന്നെ ഇതെല്ലാം പയറും ഉഴുന്നും ഒക്കെ ചുമ്മാ വിതറി കൊടുത്തതാണ്. അതെല്ലാം നല്ല വരിച്ചു. മാങ്ങ വലുതായി, മാങ്ങ പൊടിച്ച് നീളം വെച്ചു. കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ ഇതും ഒരു മുളകാണ്, അതിൻ്റെ പുറത്ത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായാലുണ്ട്. പിന്നെ ചേമ്പ് ഒക്കെ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചേമ്പ് ഇതിൻ്റെ മുളകുണ്ടോന്നുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങാണ് ഈ സഞ്ചിയിൽ വെച്ചിരിക്കുന്നത്. ഉരുളക്കിഴങ്ങ്, കറിവേപ്പിലൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ആയതുകൊണ്ട് വലിയ ആരോഗ്യമില്ലായിരുന്നു. സോ ഇപ്പുറത്ത് ഇതൊക്കെ കുറച്ച് പയറിട്ടതാണ്. വഴുതനേൻ്റെ പുറത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇന്നിപ്പം കാണിക്കാനില്ല. പിന്നെ മുളകുകൾ, ഇത് ഇങ്ങനത്തെ മുളക്, വൈറ്റ് മുളക് ഇതുണ്ട്. ഇത് പച്ചമുളകിൻ്റെ, ഇതിലും ഉണ്ടായി തുടങ്ങിയിട്ടില്ല. പിന്നെ ഇതൊരു മുന്തിരിവള്ളിയാണ്, ബെട്ട്, അതിന് വലിയ ആരോഗ്യമൊന്നുമില്ല. ഇതാണ് എൻ്റെ മറ്റേ കറിവേപ്പില. ഞാൻ സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്ത് കുറച്ചെങ്കിലും ആരോഗ്യം വെപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് പയറിട്ട്